എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മിറർ ഗ്ലേസ് കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും എടുത്തിട്ടുണ്ട്. കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിന്നിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യണത്. ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ബേക്കായോ നോക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബട്ടറും മിൽക്ക് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്.
കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് 2 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. കേക്ക് ക്രീം ചെയ്തെടുക്കാം. കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാം. ചോക്ലേറ്റ് ഗനാഷ തയ്യാറാക്കാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ചോക്ലേറ്റും മെൽറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റിലേക്ക് 2 ഡ്രോപ്സ് റെഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത കേക്കിൻ്റെ മുകളിൽ നേരിയ ചൂടിലുള്ള ഗനാഷയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ച് കൊടുക്കാം. അതിൽ നേരത്തെ ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് നല്ല ഗ്ലേസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മിറർ ഗ്ലേസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക.